കുഞ്ഞു കളിക്കാൻ ഒറ്റയ്ക്കായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് അവളുടെ കൂടെ കളിക്കാനെല്ലാം കുറച്ച് കൂടിയിട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് എന്നെ തന്നെ സ്നേഹിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്ത് ഇത് അവൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടാൽ അവൾ കഴിക്കൂല. അവൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ആ സമയം കൊണ്ട് ഇതാ ഇവിടെ ഭയങ്കര വികൃതി ഒപ്പിക്കുന്നുണ്ടേ. എന്തോ മക്കൾ ഇങ്ങനെ വീഴൊക്കെ ചെയ്താൽ ചിരിക്കുന്ന അമ്മമാരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ കുറുമ്പന്മാർ നിങ്ങളെയും വീട്ടിലുണ്ടോ? വലിയ അപകടമൊന്നുമില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ മോരുകറിയിലേക്ക് കടന്നേ. നല്ല പേസ്റ്റാക്കി അരച്ച തേങ്ങ ഒഴിച്ചിട്ട് കുറച്ച് മോര് ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിക്കാനേ പാടുള്ളൂ കേട്ടോ. അതിലേക്ക് നല്ലൊരു വറവ് ഇട്ട അടിപൊളി മോരുകറിയായി. ഇന്നലെ രാത്രി ഒട്ടും ഉറക്കം വരാണ്ട് നിന്നതുകൊണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ ഞാൻ വേഗം ചായ എല്ലാം ആക്കി വെച്ചിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേക്കാൻ വൈകി. പിന്നെ ചോറേ ആക്കാനുള്ളൂ കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം, അലക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇയാൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്ന് നോക്കി നടക്കുക കേട്ടോ, വീട് മുഴുവൻ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് അവളുടെ ഫുഡ് ഞാൻ കൊടുത്തായിരുന്നേ. ഞാൻ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്കിഷ്ടമാണ് മോരുകറി. മോരുകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ അടുക്കളയിൽ വന്നും പോയും കൊണ്ടിരിക്കും കേട്ടോ, ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അലക്ക് കഴിഞ്ഞായിരുന്നു, എല്ലാം ആറിയിട്ട് ഇനി ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.